മനുഷ്യൻ്റെ ബയോളജിക്കൽ നാമം ഹോമോസാപ്പിയൻസ് എന്നുള്ളതാണ്. ഈ ഒരു സ്പീഷീസിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒറ്റ സ്പീഷീസാണ്. ലോകത്തെ എല്ലായിടത്തുമുള്ള മനുഷ്യർ ഒറ്റ സ്പീഷീസാണ്. നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ഒരു ചെറിയ പറ്റം ഹോമോസാപ്പിയൻസ് ആണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരുടെയും പിതാമഹന്മാർ എന്നതാണ്. എന്നാൽ ഏകദേശം 2 ലക്ഷം വർഷം മുമ്പൊക്കെ പലതരത്തിലുള്ള മനുഷ്യർ ഭൂമിയിലുണ്ടായിരുന്നു. നിയൻഡർതാൽ മനുഷ്യർ എന്നൊക്കെ പറയുന്ന ഈ ഹോമോസാപ്പിയൻസിനോട് അടുത്ത് നിൽക്കുന്ന മറ്റ് സ്പീഷീസുകളുണ്ടായിരുന്നു. മാത്രമല്ല അവ തമ്മിൽ ഇണചേർന്നതായും തെളിവുകളുണ്ട്. അതായത് നമ്മുടെ അടുത്ത കാലത്ത് നൊബേൽ പ്രൈസ് ലഭിച്ച സാൻഡെ പാബോസ് എന്നൊക്കെ പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച പ്രകാരം നമ്മുടെ ജീനറ്റിക് അനാലിസിസിൽ തന്നെ ഒരു ചെറിയ ശതമാനം നിയൻഡർതാൽ ജീനുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. അതുപോലെ നമ്മുടെ മനുഷ്യരുടെ ജീനിൽ അടങ്ങിയിട്ടുള്ള വേറൊരു സ്പീഷീസാണ് ഹോമോ ഡെനിസോവ എന്ന് വിളിക്കുന്ന ഡെനിസോവൻസ് എന്ന് വിളിക്കുന്ന മനുഷ്യർ. അവർ സൈബീരിയയിലാണ് അത്രേ ജീവിച്ചിരുന്നത്. പക്ഷേ അവരെക്കുറിച്ച് വേറെ എല്ലുകളോ പല്ലുകളോ തലയോട്ടിയോ ഒന്നും ലഭിക്കാതെ DNA തെളിവുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതും വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള DNA തെളിവുകൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സ്പീഷീസ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ നിഗമനത്തിലെത്തുന്നത്. ഡെനിസോവൻസ് എന്നത് സെയിൻറ്റ് ഡെന്നിസ്, പരിശുദ്ധ ഡെന്നീസ് എന്നൊരു പുണ്യവാളൻ്റെ പേരിൽ നിന്നാണ്, ഗുഹയിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ പേരുളവായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഒരു പരിപൂർണ ഡെനിസോവൻ DNA അനാലിസിസിന് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണിത്.